ഹലോ ഗൈസ്, നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. കല്ലുമ്മക്കായ റോസ്റ്റ് ആട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കല്ലുമ്മക്കായ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വെജിറ്റബിൾസൊക്കെ തൊലിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കല്ലുമ്മക്കായയിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇത് നല്ല വേവിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേവാണ് വേണ്ടത്, നല്ലോണം വെന്ത് പോവരുത്. നമ്മളങ്ങനെ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് വറ്റൽമുളക് ഇട്ടിട്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. 10 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരും, നന്നായിട്ട് ബ്രൗൺ കളറാവും കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് നമുക്കതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ മല്ലിപ്പൊടി ഇടുന്നത് 3 ടീസ്പൂണാണ്. നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് നന്നായി അതിൽ മിക്സ് ആവണം. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇതിന് നല്ല എരിവാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് പൊടിക്കൈകളൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അങ്ങനെ നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ വഴണ്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സായി ഒന്ന് വരും. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ അടുത്ത് വേവിച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായയിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പാനിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം കേട്ടോ. ഇനി ഈ വെള്ളം തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഗ്യാസ് സ്റ്റവ് കത്തിച്ചെടുത്ത് നമ്മൾ ആ വെള്ളം തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ ആ മറ്റേ കല്ലുമ്മക്കായയിലേക്ക് അതിട്ടില്ല, അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം ഒന്ന് മിക്സായി മിക്സ് ആവണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മറ്റേ വെള്ളം ചൂടായി കഴിഞ്ഞ് നല്ല തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അത് എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മളിതൊരു എണ്ണയൊക്കെ തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ലാസ്റ്റ് ലുക്ക്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റൈല്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.